ഫോർത്ത് സ്റ്റാൻഡേർഡ് ആൻഡ് തേർഡ് സ്റ്റാൻഡേർഡ് 2 സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമ്പോൾ കണ്ണ് കാണിച്ചു ഞാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാർട്ടൂൺ സീരീസ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ബാഗാട്ടോ. ഇതിൻ്റെ തേർഡ് സ്റ്റാൻഡേർഡിൻ്റെതായതുകൊണ്ട് കാരണം അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. പഴയ ബാഗ് കൊണ്ടുപോയതുകൊണ്ട് കാരണം അടുത്ത കൊല്ലത്തിന് ഈ കൊല്ലത്തിന് എടുക്കാൻ എഴുതിയതുകൊണ്ട് എടുത്ത് വെച്ചിട്ടോ. ഇതിന് 3 അപ്പാർട്ട്മെൻറ്റ്സാണ് വരുന്നത്. ഫസ്റ്റ് ഡേ ഇങ്ങനെ ഒരു വീണ്ടും ഒരു അപ്പാർട്ട്മെൻറ്റ് ഇതിൽ ബോക്സസ് ഒക്കെ ആക്കിയിട്ടോ. പിന്നെ കോട്ടയം കൊണ്ടുവരിക കൂടെ വലുതാണ് കൂടെ കോമ്പോൻ്റെ. പിന്നെ ഇവിടെ നമുക്ക് നോട്ട്ബുക്കോ ടെസ്റ്റോ വെക്കാം. ലഞ്ച് നമുക്കില്ല, ലഞ്ച് കൊണ്ടുപോകില്ല, പ്ലേറ്റ് കൊണ്ടുപോകണം. പിന്നെ വല്ലാസ് പിന്നെ ഫസ്റ്റ് ഡേ അങ്ങനെ. പിന്നെ എന്താണ് ഈ ഒരു പോപ്പിക്കുളം. എനിക്ക് ഈ കുളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇതിൽ യൂണിക്കോൺ സിനിമ റോളുണ്ട് കണ്ടോ. അത് വായിച്ചതാണ്. യു വാസ് ദി പ്രിൻസസ് ഗേൾ. യു വാസ് ദി പ്രിൻസസ് ഗേൾ. നമുക്ക് പതിനെട്ട് കേടി എടുത്ത കാണും. പിന്നെ നോർമലായിട്ടുള്ള സമയങ്ങളിൽ ബുക്സൊക്കെ കിട്ടാൻ പോകുന്നു സ്കൂളിൽ. എൻ്റെത് ഇങ്ങനെയുള്ള കുടയത് കൊണ്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകാനേ പാടുന്നു കേട്ടോ. കൊളംബോ അംബർലെസ്സാണ് ഇതിൻ്റെ പേര് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ബോക്സ്. എനിക്കിതിനോട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഇതാണ് നമ്മളെ ബോക്സ് കേട്ടോ. പെൻഗ്വിൻ്റെ ബോക്സാണ്. ഇങ്ങനെ തുറന്നാൽ ഇങ്ങനെ വരുന്നത്. വലിയ പെൻസിലും അളവ് നോക്കിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷർപ്പ് ചെയ്യാം. പിന്നെ ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ ചപ്സൊക്കെ വരില്ല, നമ്മളെ വിക്സ് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ഫസ്റ്റ് ഗീസിൽ ഇങ്ങനെ പല വെച്ചിട്ട് ഞാനായിട്ടുള്ള പല എടുക്കാറും. ഇവിടെ പെൻസിൽസും പാൻസും വെക്കാം. പിന്നെ ഇവിടെ സ്കെയില് ഗ്ലാസ് വെക്കാം. ഇതിൻ്റെ സ്വിച്ച് ബോക്സ് ഉണ്ട്, പക്ഷേ സ്വിച്ച് ബോക്സിൽ പോയില്ല കേട്ടോ, പറ്റില്ല, പ്ലെയിനോ പറ്റും. പിന്നെ ഇവിടെ കളേഴ്സ് പെൻസിൽസും ഒക്കെ പറ്റും. നെക്സ്റ്റ് ക്യാമലിൻ്റെ തന്നെ ക്യാമലിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, 4th സ്റ്റാൻഡേർഡിലായതുകൊണ്ട് ആദ്യമായിട്ട് യൂസ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. എനിക്ക് 8ാം ക്ലാസ് 1ാം ക്ലാസ് സ്കൂളിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ ആവശ്യം അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും. ഞങ്ങളുടെ സ്കൂൾക്ക് എന്താ പറയുക, ഞങ്ങളുടെ സ്കൂളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം മഴക്കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷൂ ഇടാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ സോക്സൊക്കെ മണുക്കുക എന്നൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് നോർമൽ ചെരുപ്പ് ഇടാൻ പറ്റും. പിന്നെ മഴക്കാലം പോയതിന് ശേഷം തൊട്ടിട്ട് നമുക്ക് സ്കൂൾ ഷൂ സോക്സിനോട് പറ്റും കേട്ടോ. ക്യാമറയുടെ ബോക്സിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ക്യാമറയുടെ ബോക്സിൽ സാധാ മരത്തന്നെയാണ്. ഇങ്ങനെ മറ്റേ ചളിപിടിക്കാതിരിക്കാനുള്ള സ്പോഞ്ച്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ നെക്കിക്ക് വരുമ്പോൾ പേനൻ്റെ വിതയിൽ എന്താ വരിക, കണ്ടോ പെൻസിലാണ് വരിക, പെൻസില്. പിന്നെ ഇതിങ്ങനെ തുറന്ന് ഇത് തുറന്ന് ഇവിടെ എറേസ് ചെയ്യാനുള്ള മൈപ്പർ കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് കോമ്പസിൽ ഇത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഗവൺമെൻറ് ചെറിയ പെൻസിൽ എപ്പോഴും ഉണ്ടാണത്. പിന്നെ കട്ടറുണ്ട്, മൈപ്പറുണ്ട്. ഇതിനൊക്കെ പറ്റി പഠിക്കണുള്ളൂ, അതുകൊണ്ട് അത്രയ്ക്കൊന്നും എനിക്ക് അറിയില്ല. അപ്പം അയ്യോ ഹീഗേഴ്സ് എന്ത് വെച്ചിട്ടുണ്ട്, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഹീഗേഴ്സ് എന്ത് ചെയ്യാം, ഇത് കൂടി വിളിക്കാം. പിന്നെ ഗൈസ് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഫയൽ എന്താണെന്ന് വെച്ചാൽ പ്രൊജക്റ്റ് ആൻഡ് ആർട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫയൽ കേട്ടോ. ഫയൽ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലത്തെ കാര്യം നടക്കില്ല, പക്ഷെ എന്തായാലും നിങ്ങളൊന്ന് കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും എന്നോട് ഞാൻ പറയുന്നത്. നല്ല ഹെയർ കട്ടല്ല ചേച്ചി വരുന്നു ഒരു കാണിച്ചത്
കളർ ചെയ്തതാണ് കേട്ടോ. ഒന്ന് കട്ട് ചെയ്യാൻ വെറുതെ കട്ട് ചെയ്തു. പിന്നെ മുടിബണ്ണം, ഈ മുടിബണ്ണിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു. ഫയലൊക്കെ ഭയങ്കര സാധനമാണ്. ഫയലിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഈ പ്ലെയിൻ അല്ലാതെ ഈ 4-6 അങ്ങനെ കുറേ അറകളിൽ അങ്ങനത്തെ ഇതുണ്ട് എനിക്ക് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വാങ്ങേണ്ടത് കിട്ടിയതാണ്. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് വെച്ചാൽ നമുക്ക് ഈ സ്കൂളിലേക്കുള്ള സാധനങ്ങൾ ഈ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. പകുതി ബുക്കും പിന്നെ പകുതി എന്താ പറയുക 1/2 ഗ്രാം ഫയലാണെങ്കിൽ എന്ത് ചെയ്യും. അപ്പം അതുകൊണ്ട് അത് എടുത്തില്ല. ഇതാണ് നമ്മളത്. അപ്പോൾ ഇവിടെ കാർട്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ പേരും ഇതൊക്കെ അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളെ പേര്, മൈ നെയിം ഈസ് ജസ, അങ്ങനെയൊക്കെ എന്താ പറയുക ക്ലാസ്സും സ്റ്റാൻഡേർഡും സ്കൂളും പിന്നെ ഫയൽ അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോട്ട്സ് ബുക്കാണ്. നോട്ട്സ് ബുക്സിൽ ഞാൻ പറയുന്നത് ക്ലാസ്മേറ്റിൻ്റെ എല്ലാവരും വാങ്ങും. എനിക്കിഷ്ടമാണ്. അപ്പം അതുകൊണ്ട് പറഞ്ഞു പിന്നെ നല്ലതുമാണ് പറയണത്. ക്യാമറയിൽ വാങ്ങണം കേട്ടോ. നല്ല പോക്കാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ 4.5 കോപ്പി 5.5 കോപ്പി ഉണ്ട്. 4.5 കോപ്പി 2.5 കോപ്പി 4.5 കോപ്പി. ഇതൊക്കെ ക്യൂട്ടച്ച് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ബുക്കായതുകൊണ്ട് ഇത് 2.5 കോപ്പി ആട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു ബൈ 1 get 1 ഫ്രീ ആണ്. ബൈ 1 get 1 ഫ്രീ എന്താണെന്ന് വെച്ചാൽ ബൈ 1 പറഞ്ഞാൽ ബൈ 1ൽ ഒരു ഇതിൽ 3 ഉണ്ടാകും. 50 രൂപയാണ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ 3ൻ്റെ ഒരു സെറ്റ് എടുത്താൽ പിന്നെ ഒരു 3 സെറ്റ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ മാത്സിൻ്റെ നോട്ട് ബുക്ക്സ് കേട്ടോ. ഇതാണ് എൻ്റെ മാത്സിൻ്റെ നോട്ട് ബുക്ക്. വെറും 50 രൂപയുള്ള ഈ വലിയ നോട്ട് ബുക്ക് കേട്ടോ. വലുത് വേണം പറഞ്ഞു ടീച്ചർക്ക് അങ്ങോട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് ഇംഗ്ലീഷിൻ്റെ നോട്ട് ബുക്ക്. പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മലയാളം, EVS, LSS, പിന്നെന്താ പറയുക അറബിക്ക്, റഫ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രേ ഉള്ളൂ. ബാക്ക് ടു സ്കൂളിൽ തരണം. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ സ്കൂൾ തുറന്ന ദിവസം നമുക്ക് സ്കൂളിൽ ചെയ്യുന്ന ഗുഡ് ഹാബിറ്റ്സും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പോച്ചു. ഇത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ് ഇതിൽ മെഡിസിൻസൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ പലരും ചോദിച്ച കാര്യം കേട്ടോ മദ്രസ ബാഗ് കാണിക്കും. ഇതൊരു വാച്ചാട്ടോ, അറിയില്ല. പിന്നെ ഇതൊരു പുതിയൊരു വാച്ചാട്ടോ. പുതിയത് കൊടുത്തു. ഇതെൻ്റെ മദ്രസ ബാഗ് കേട്ടോ. ഇതൊക്കെ അലമ്പുരുമ്പാണ്. ഞാൻ ക്രോഷറൊക്കെ ഉണ്ടാവും അതിൻ്റെ പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. കണ്ടില്ലേ, ക്രോഷ ചെയ്തതാണ് കേട്ടോ ഒരു റിബണ്. അത് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ക്രോഷിൻ്റെ യാനുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല. റിസൾട്ടായിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ആയി കാണിച്ചു തരാം. ഇപ്പം എന്തായാലും തിരക്കായതുകൊണ്ട് ഇതുണ്ടാകും. ഇത് ഇങ്ങനെ റിബൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യൂട്ട് ഇങ്ങനെ എനിക്ക് അടിപൊളിയായിരിക്കും. നമ്മുടെ ഡ്രസ്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ട് അടിപൊളിയായിരിക്കും. കഴുത്തിന് ബാഗ് വാങ്ങിയില്ല. അതെനിക്കൊരു സങ്കടമൊന്നും വന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാ ബാഗിനും യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് പൗച്ച്. പിന്നെ ബുക്സ് അത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ബുക്കിലേ. വേറെ എന്തുണ്ടാവാനാണ്, വേറെ ഒന്നുമില്ല എൻ്റെ സംഭവം. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. മീൻസ് അപ്പോൾ എല്ലാവരോടും കാര്യം പറയാണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ചിലപ്പോൾ നോട്ട് ബുക്സിൻ്റെ ലിങ്ക് ഞാൻ അവരോട് ചോദിച്ചിട്ട് ഇതുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ അടിപൊളിയായിട്ട് വാൾമാർട്ടുണ്ട്, മാർട്ട് തുറന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കുറേ ഉണ്ട്. വാൾമാർട്ടിനായിട്ടുള്ള അവരുടെ കമ്പനിക്ക് ആയിട്ടുള്ള നോട്ട് ബുക്സ് ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മളെ ബിസ്മി പെരിന്തൽമണ്ണയിൽ ബൈ 1 get 1 ഫ്രീ ഉള്ള ഒരു നോട്ട് ബുക്സിന് വെറും
നല്ല 50% ഓഫറിലാണ് കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല നെസ്റ്റോയിൽ നിങ്ങൾ പോയാൽ നെസ്റ്റോനെക്കാട്ടിൽ കുറച്ച് വലുതന്നെ ഇപ്പം എല്ലാവരും നെസ്റ്റോക്കെ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചാൽ ബിസ്മി ഇങ്ങനത്തെ കുറച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ അടിപൊളിയായിട്ട് സാധനങ്ങൾ കിട്ടും ഉള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ലിങ്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇടാം. ബൈ, സീ യു.